എന്റെ സംസ്കാര ചടങ്ങുകൾ ഇങ്ങനെയായിരിക്കണം. ഫ്രാൻസിസ് പാപ്പ. ഏപ്രിൽ 21 തിങ്കളാഴ്ച രാവിലെ കാലം ചെയ്ത ഫ്രാൻസിസ് പാപ്പയുടെ സംസ്കാര കർമ്മങ്ങൾ 26 തീയതി ശനിയാഴ്ച നടക്കും. പാപ്പായുടെ നിർദ്ദേശപ്രകാരം 2024 പുതുക്കിയ പേപ്പൽ സംസ്കാര ശുശ്രൂഷയുടെ ലിറ്റർജിക്കൽ ടെക്സ്റ്റായ ഓർദോ എക്സേക്കിയാരും റൊമാനി പൊന്തിഫിസിസ് അനുസരിച്ചായിരിക്കും ശനിയാഴ്ചത്തെ ശുശ്രൂഷകൾ നടക്കുക. അന്ന് രാവിലെ പ്രാദേശിക സമയം 10 മണിക്ക്, ഇന്ത്യയിലെ സമയം ഉച്ചയ്ക്ക് 1:30 വത്തിക്കാനിൽ വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയുടെ അങ്കണത്തിൽ മൃതസംസ്കാര ദിവ്യബലി ആരംഭിക്കും. കർദിനാൾ സംഘത്തിന്റെ തലവൻ കർദിനാൾ ജൊവാനി ബെത്തിസ്തേ റേ ആയിരിക്കും മുഖ്യ കാർമ്മികൻ. വിശുദ്ധ കുർബാനയുടെ അവസാനം അന്തിമോപചാര ശുശ്രൂഷ നടക്കും. തദനന്തരം ഫ്രാൻസിസ് പാപ്പയുടെ ഭൗതികദേഹം അടങ്ങിയ മഞ്ചം വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയിലേക്കും അവിടെ നിന്ന് തന്റെ ഐഹിക യാത്ര അവസാനിക്കേണ്ട ഇടമെന്ന് ഫ്രാൻസിസ് പാപ്പ ഒസ്യത്തിൽ അഥവാ മരണപത്രത്തിൽ വ്യക്തമാക്കിയിരിക്കുന്ന റോമിലെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ നാമധേയത്തിലുള്ള മേരി മേജർ ബസിലിക്കയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ അടക്കം ചെയ്യുകയും ചെയ്യും. റോമിലെ സെയിന്റ് മേരി മേജർ ബസിലിക്കയിൽ തന്റെ സംസ്കാരം നടത്തുന്നതിന് വേണ്ടി ഫ്രാൻസിസ് പാപ്പ വത്തിക്കാനിലെ സാന്താ മാർത്ത ഭവനത്തിൽ നിന്ന് 2022 ജൂൺ 29 എഴുതിയ ആത്മീയ സാക്ഷ്യപത്രത്തിൽ പാപ്പ ഇങ്ങനെ വ്യക്തമാക്കിയിരിക്കുന്നു. സൈപ്രസ് പെട്ടിയിൽ കിടത്തി ഈയം കൊണ്ട് നിർമ്മിച്ച മറ്റൊരു പെട്ടിയിലും മൂന്നാമതായി ഓക്കുമരത്തിൽ തീർത്ത പെട്ടിയിലുമാക്കിയാണ് പരിശുദ്ധ പാപ്പമാരുടെ ഖബറടക്കം സാധാരണയായി നടത്തി വന്നിരുന്നത്. എന്നാൽ തനിക്കായി സിംഗലോഹത്തിൽ പൊതിഞ്ഞ മരത്തിന്റെ ഒരൊറ്റ പെട്ടി മാത്രമാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഫ്രാൻസിസ് പാപ്പ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിൽ കിടത്തി പാപ്പായുടെ മുഖം പട്ടിന്റെ ഒരു ശീല കൊണ്ട് മറയ്ക്കും. സാളൂസ് പോപ്പുളി റൊമാനി നാദയുടെ കപ്പേളയ്ക്കും അഥവാ പൗളിൻ കപ്പേളയ്ക്കും സോർസ കപ്പേളയ്ക്കും ഇടയ്ക്കുള്ള ശവസംസ്കാര ഇടത്തിലായിരിക്കും തന്നെ സംസ്കരിക്കേണ്ടതെന്നും ശവകുടീരം നിലത്തായിരിക്കണം. കല്ലറയിൽ അലങ്കാരങ്ങൾ ഒന്നും അരുതെന്നും ലത്തീൻ ഭാഷയിൽ ഫ്രാൻസിസ്കൂസ് എന്ന് പേര് കുറിച്ചാൽ മാത്രം മതിയെന്നും പാപ്പ മരണപത്രികയിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. തന്റെ സംസ്കാര ചടങ്ങിന് വേണ്ടിവരുന്ന സാമ്പത്തിക ചിലവുകളുടെ കാര്യത്തിലും പാപ്പ വ്യക്തത വരുത്തിയിട്ടുണ്ട്. മൃതസംസ്കാരത്തിനുള്ള ചെലവ് ഒരു ഉപകാരി വഹിക്കുന്നതാണെന്നും അതിനുള്ള തുക സെയിന്റ് മേരി മേജർ പേപ്പൽ ബസിലിക്കയിലേക്ക് വകകൊള്ളിക്കാനുള്ള ക്രമീകരണം ഞാൻ ചെയ്തിട്ടുണ്ട്. ബസിലിക്കയുടെ എക്സ്ട്രാ ഓർഡിനറി കമ്മീഷണറായ കർദിനാൾ റൊളാൻഡാസ് മക്രിക്കാസിന് ഇത് സംബന്ധിച്ച ആവശ്യമായ നിർദ്ദേശങ്ങൾ ഞാൻ നൽകിയിട്ടുണ്ട്. എന്നെ സ്നേഹിച്ചവർക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്കും കർത്താവ് ഉചിതമായ പ്രതിഫലം നൽകട്ടെ. എന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ ഞാൻ കടന്നു പോകുന്ന പീഡകൾ ലോകസമാധാനത്തിനും ജനങ്ങൾക്കിടയിലുമുള്ള സാഹോദര്യത്തിനും വേണ്ടി ഞാൻ കർത്താവിന് സമർപ്പിക്കുന്നു.